ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 5-ാം ദിവസം ഉൽപ്പത്തിയുടെ പുസ്തകം 10-11 അധ്യായങ്ങളും 2-ാം സങ്കീർത്തനവും നമ്മൾ ഇന്ന് വായിക്കുന്നു. ഈ 5-ാം ദിവസത്തിൽ നോഹയുടെ വംശാവലി വിവരണത്തോടൊപ്പം ദൈവപുത്രന്മാരുടെ തലമുറയുടെ തുടർച്ചയും ശപിക്കപ്പെട്ട കാനാനിൻ്റെ തലമുറ ദൈവത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ വായിക്കുന്നു. ബാബേൽ ഗോപുര നിർമ്മാണ പരാജയവും ഭാഷകൾ ഭിന്നിച്ച് മനുഷ്യർ ചിതറിക്കപ്പെടുന്നതിൻ്റെ ചരിത്രവും നമുക്കിന്ന് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫത്തിൻ്റെയും തലമുറകൾ. പ്രളയശേഷം അവർ ജന്മം കൊടുത്ത മക്കൾ ഇവയാണ്. യാഫത്തിൻ്റെ മക്കൾ ഗോമർ, മാഗോഗ്, മാദായി, യാവൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ മക്കൾ അഷ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ മക്കൾ എലീഷ, താർഷീഷ്, കിത്തിം, ദോദാനീം. ഇവരിൽ നിന്നാണ് ജനപദങ്ങൾ അവരുടെ ദേശങ്ങളിൽ ഓരോന്നിൻ്റെയും ഭാഷയനുസരിച്ചും അവരുടെ ജനതകളിൽ താന്താങ്ങളുടെ വംശമനുസരിച്ചും വിന്യസിക്കപ്പെട്ടത്. ഹാമിൻ്റെ മക്കൾ ഹൂഷ്, മിസ്രായിം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിൻ്റെ മക്കൾ സേബ, ഹവില, സപ്ത, റാമ, സപ്തയെക്കോ. റാമയുടെ മക്കളാണ് ഷെബാനും ദദാനും. കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ഒരു വീരപുരുഷനാകാൻ തുടങ്ങി. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലൊരു നായാട്ടുവീരൻ എന്നൊരു ചൊല്ലുണ്ടായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്തെ ബാബേൽ, എറഖ്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അവൻ ആ നാട്ടിൽ നിന്ന് അഷൂറിലേക്ക് പുറപ്പെട്ട് നിനവെ, റഹോബോവാത്ത്, ഈർ, കാലഹ് എന്നിവ പണി കഴിപ്പിച്ചു. ഒപ്പം നിനവേയ്ക്കും കലാഹിനുമിടയിൽ റേസൻ എന്ന മഹാനഗരവും. മിസ്രായിം ജന്മം കൊടുത്തതാണ് ലൂദിം, അനാമിം, ലഹാബിം, നഫ്തൂഹിം, പത്രൂസിം. ഫിലിസ്തീയർ പുറപ്പെട്ടു പോന്ന കസ്ലുഹിം, കഫ്തോറിം എന്നിവ. കാനൻ ജന്മം നൽകിയത് തൻ്റെ കടിഞ്ഞൂലായ സീദോനും ഹേത്ത്, ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവർക്കുമായിരുന്നു. പിൽക്കാലത്ത് കാനാൻകാരുടെ വംശങ്ങൾ പലയിടത്തും വ്യാപിച്ചു. കാനാൻകാരുടെ ദേശാതിർത്തി സീദോൻ തുടങ്ങി ഗെരാറിലേക്കുള്ള ദിശയിൽ ഗാസ വരെയും സോദോം, ഗൊമോറ, അദ്മ ദിശയിൽ സെബായിം തുടങ്ങി ലാഷ വരെയും ആണ്. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഹാമിൻ്റെ മക്കൾ. ഷേമിനും മക്കളുണ്ടായി. അവർ ഹെബ്രായരുടെയെല്ലാം പിതാവും യാഫത്തിൻ്റെ മൂത്ത സഹോദരനുമായിരുന്നു. ഷേമിൻ്റെ മക്കൾ ഏലാം,
അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും ആരാമിൻ്റെ മക്കൾ ഊസ്, ഹൂൽ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിനും ഷേലാഹ് ഏബറിനും ജന്മം കൊടുത്തു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒന്നാമൻ്റെ പേര് പേലഗ്, കാരണം അവൻ്റെ കാലത്താണ് ഭൂമി വിഭജിതമായത്. അവൻ്റെ സഹോദരൻ്റെ പേര് യൊക്താൻ. അവൻ അൽമോദാദ്, ഷേലഹ്, ഹസർമവത്ത്, യാറഫ്, ഹദോസ്റാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷേബ, ഓഫിർ, ഹവില, യൊബാബ് എന്നിവർക്ക് ജന്മം കൊടുത്തു. ഇവരൊക്കെയായിരുന്നു യൊക്താൻ്റെ മക്കൾ. അവർ പാർത്തിരുന്ന നാട് ഷേമ തുടങ്ങി കിഴക്കൻ മലയായ സേഫാറിൻ്റെ ദിശയിലായിരുന്നു. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഷേമിൻ്റെ മക്കൾ. ഇവയാണ് തങ്ങളുടെ ഉൽപ്പത്തി അനുസരിച്ച് ജനതകളിൽ നോഹയുടെ മക്കളുടെ വംശങ്ങൾ. ഇവരിൽ നിന്നാണ് പ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിൽ വേർപിരിഞ്ഞത്. 11-ാം അധ്യായം. ബാബേൽ ഗോപുരം. ഭൂമി മുഴുവനും ഒരേ ഭാഷയും ഒരേ പദാവലിയുമായിരുന്നു. അക്കാലത്ത് കിഴക്ക് നിന്ന് പുറപ്പെട്ടവർ ഷീനാർ ദേശത്ത് ഒരു സമതലം കണ്ടെത്തി അവിടെ പാർപ്പുറപ്പിച്ചു. അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ, നമുക്ക് ഇഷ്ടികയുണ്ടാക്കി തീയിൽ ചുട്ടെടുക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടിക കല്ലിന് പകരവും കീൽക്കുമ്മായത്തിന് പകരവുമായി. അവർ തുടർന്ന് പറഞ്ഞു, വരുവിൻ, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും പണിത് നമുക്കായി പേര് സമ്പാദിക്കാം. അതല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും. മനുഷ്യമക്കൾ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് പറഞ്ഞു, നോക്കൂ, ഒരു ജനതയും അവർക്കെല്ലാം ഒറ്റ ഭാഷയും. ഇതവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കം മാത്രം. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. വരുവിൻ, നമുക്കിറങ്ങിച്ചെന്ന് അവിടെ വെച്ച് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം കുഴച്ചുമറിക്കാം. അങ്ങനെ കർത്താവ് അവരെ അവിടെ നിന്ന് ഭൂമുഖത്തെങ്ങും ചിതറിച്ചു. അതോടെ അവർ പട്ടണം പണിയുന്നത് ഉപേക്ഷിച്ചു. ഭൂമിയിലാകെയുള്ള ഭാഷ കർത്താവ് അവിടെ വെച്ച് കുഴച്ചു മറിച്ചതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന് പേരുണ്ടായത്. അവിടെ നിന്നാണ് കർത്താവ് അവരെ ഭൂമുഖത്താകെ ചിതറിച്ചത്. ഷേം മുതൽ അബ്രാഹം വരെ. ഇതാണ് ഷേമിൻ്റെ വംശാവലി. ഷേമിന് 100 വയസ്സായപ്പോൾ പ്രളയത്തിന് ശേഷം 2-ാം വർഷം അവൻ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. അർപ്പക്ഷാദിൻ്റെ ജനനത്തിന് ശേഷം ഷേം 500 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 35 വയസ്സായപ്പോൾ അർപ്പക്ഷാദ് ഷേലാഹിനെ ജനിപ്പിച്ചു. ഷേലാഹിൻ്റെ ജനനത്തിന് ശേഷം അർപ്പക്ഷാദ് 403 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ ഏബർ ഷേലാഹിനെ ജനിപ്പിച്ചു. ഏബറിൻ്റെ ജനനത്തിന് ശേഷം 403 വർഷം ഷേലാഹ് ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 34 വയസ്സായപ്പോൾ ഏബർ പേലഗിനെ ജനിപ്പിച്ചു. പേലഗിൻ്റെ ജനനത്തിന് ശേഷം ഏബർ 430 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ പേലഗ് റവൂവിനെ ജനിപ്പിച്ചു. റവൂവിൻ്റെ ജനനത്തിന് ശേഷം പേലഗ് 209 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 32 വയസ്സായപ്പോൾ റവു സെരൂഗിനെ ജനിപ്പിച്ചു. സെരൂഗിൻ്റെ ജനനത്തിന് ശേഷം റവു 207 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 30 വയസ്സായപ്പോൾ സെരൂഗ് നാഹോറിനെ ജനിപ്പിച്ചു. നാഹോറിൻ്റെ ജനനത്തിന് ശേഷം സെരൂഗ് 200 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 29 വയസ്സായപ്പോൾ നാഹോർ തെരാഹിനെ ജനിപ്പിച്ചു. തെരാഹിൻ്റെ ജനനത്തിന് ശേഷം നാഹോർ 119 വർഷം ജീവിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 70 വയസ്സായപ്പോൾ തെരാഹ് അബ്രാമിനെയും നാഹോറിനെയും ഖാരാനെയും ജനിപ്പിച്ചു.
ഇവയാണ് തെറാഹിൻ്റെ വംശാവലി. തെരാഹ് അബ്രാമിനും നാഹോറിനും ഹാരാനും ജന്മം നൽകി. ഹാരാൻ ലോത്തിന് ജന്മം നൽകി. ഹാരാൻ തൻ്റെ പിതാവായ തേരഹിനു മുമ്പേ ജന്മനാടായ കൽദായരുടെ ഊറിൽ വെച്ച് ചരമമടഞ്ഞു. അബ്രാമും നാഹോറും തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അബ്രാമിൻ്റെ ഭാര്യയുടെ പേര് സാറായി. നാഹോറിൻ്റെ ഭാര്യയുടെ പേര് മിൽക്ക. അവൾ ഹാരാൻ്റെ മകളായിരുന്നു. ഹാരാൻ മിൽക്കായുടെയും ഇസ്കായുടെയും പിതാവായിരുന്നു. സാറായി വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല. തേരാഹ് തൻ്റെ മകൻ അബ്രാമിനെയും പേരക്കിടാവിനെയും ഹാരാൻ്റെ മകനുമായ ലോത്തിനെയും അബ്രാമിൻ്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും കൂട്ടി അവരോടുകൂടെ കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കാൽനടയായി പുറപ്പെട്ട് ഹാരാൻ വരെ എത്തി. അവിടെ അവർ വാസമുറപ്പിച്ചു. തേരാഹിൻ്റെ ആയുസ് 205 വർഷം ആയിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. സങ്കീർത്തനം 2. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനപദങ്ങൾ വ്യർത്ഥമായി ഗർജിക്കുന്നതെന്തിന്? കർത്താവിനെതിരെയും അവിടുത്തെ അഭിഷിക്തനെതിരെയും ഭൂമിയുടെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവരുടെ വിലങ്ങുകൾ നമുക്ക് തകർക്കാം, അവരുടെ ചങ്ങലകൾ നമ്മിൽ നിന്ന് പൊട്ടിച്ചെറിയാം. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, നാഥൻ അവരെ പുച്ഛിക്കുന്നു. അപ്പോൾ അവിടുന്ന് തൻ്റെ ഉഗ്രതയാൽ അവരെ സംഭീതരാക്കി, തൻ്റെ കോപത്താൽ അവരോട് സംസാരിക്കും. എൻ്റെ വിശുദ്ധമലയായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചത്. കർത്താവിൻ്റെ ചട്ടത്തെക്കുറിച്ച് ഞാൻ വർണ്ണിക്കാം. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളുക, ഞാൻ നിൻ്റെ അവകാശമായി ജനതകളെ തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. കുശവൻ്റെ കലമെന്ന പോലെ നീ അവരെ തച്ചുടയ്ക്കും. അല്ലയോ രാജാക്കന്മാരെ, സുബോധമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, ശിക്ഷണവിധേയരാകുവിൻ. ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. വിറയലോടെ ആനന്ദിച്ചാർക്കുവിൻ. പുത്രനെ നിങ്ങൾ ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. അവിടുന്നിൽ അഭയം തേടുന്നവരെല്ലാം ഭാഗ്യവാന്മാർ.